അത് വരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു ഇന്നലെ രാത്രി കുറച്ച് ഓക്കെ ഹലോ, ഇന്നും ഞാൻ തന്നെയാണ് വ്ളോഗ് ചെയ്യുന്നത്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഇന്ന് മാർച്ച് 17th മാർച്ച് 18th സാലിയുടെ ബർത്ത്ഡേ ആണ്. ഈ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് അവൻ ബർത്ത്ഡേ ബോയ് ആയിട്ട് ഫുൾ ഇന്നത്തെ ഡേ മൊത്തം, അതായത് മിഡ് നൈറ്റ് 12 തൊട്ട് ഇന്ന് രാത്രി 12 മണിക്ക്, അതായത് ഇന്നിപ്പോൾ മാർച്ച് 17th, ഇന്ന് രാത്രി 12 മണിക്ക് രാവിലെ അവൻ ഉറങ്ങി എണീറ്റിന് ശേഷം വൈകുന്നേരം ഉച്ചയ്ക്ക് രാത്രി അവൻ ഇന്ന് കിടന്നുറങ്ങുന്നത് വരെ ഹിൽ ബി ഹാവിങ് സർപ്രൈസസ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫൺ ആൻഡ് ഓൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻറ്റയർ ഡേ മൊത്തം ഞാൻ ഒരു 2-3 വീക്സ് കൊണ്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തതാണ്. അതും നമ്മൾ ഒരുമിച്ചാണ് ഫുൾ ടൈം. അവൻ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവൻ അറിയാതെ ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ എം ഷുവർ അവൻ്റെ കിളി പോകും. കാരണം അവൻ എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ ഇത്ര പനിച്ച് വയ്യാണ്ട് കിടന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നവൻ എക്സ്പെക്ട് ചെയ്യില്ല. അതെനിക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ചെയ്യും. ഇപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞും വന്നു. ഞാൻ നേരത്തെ കുഞ്ഞു ഞാൻ കേക്ക് മേടിക്കും, ചെറിയൊരു കേക്ക് മേടിക്കാൻ കൊടുത്തിട്ട് ഇതേ കണ്ടോ, ഇതാണ് ഞാൻ പണിത് താജ്മഹൽ. നല്ല ഭംഗിയുണ്ട്, പർപ്പിൾ കളറിൽ. എന്നോട് ചെറിയൊരു ടേബിള്, കേക്കിന് പറ്റിയത് ചെറിയൊരു ടേബിള് സെറ്റാക്കി അങ്ങനെ വെക്കാതെ. ഹാപ്പി കുറച്ച് ഹാപ്പി കുറവാണ്, ഒരു പീ കാണാനില്ല. ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ താഴേക്ക് ചെല്ലട്ടെ. ഗൈസ് ഒക്കെ സെറ്റ് ആയിരിക്കുക കേട്ടോ. ഈ ലൈറ്റ് എന്നോട് ആരാണ് ഇടാൻ പറഞ്ഞേ? ലൈറ്റ് ഓഫ് ആക്കി നിൽക്കുമ്പോൾ ഈ ലൈറ്റ് വന്നിട്ടാഞ്ഞ് ചെറുക്കന് ഓഫാക്കൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഈ ലൈറ്റ് ഇടുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഇതെന്താ? ഡോണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, നീ എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ചെയ്തില്ല. എല്ലാ കുഞ്ഞു പുറത്തു പോയ സമയത്ത് ഇതൊക്കെ ആരാ സെറ്റാക്കി? കുഞ്ഞു ഞാൻ ആ മാത്രം ഓൾറെഡി ആക്കി വെച്ചു, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു കളവാ, ഹാപ്പി ബർത്ത്ഡേ ടു യേ. ഒന്ന് അൽഫി ഊതട്ടെ. ആ നടക്കല്ലേ. യേസ്, നല്ല കഴിക്കില്ലേ? നീ വാങ്ങിയതാണോ? ഫസ്റ്റ് ടൈം ആണ് എന്റെ ലൈഫിൽ ഗിഫ്റ്റ്. ഇവള് എനിക്ക് ഗിഫ്റ്റ് വാങ്ങി. ഗിഫ്റ്റ് മേടിക്കാത്ത ഒരാളാണ്. കാക്ക രാത്രിയാണ് കാക്ക മലർന്ന് പറക്കൂല. ഞാൻ കുഞ്ഞുവിന് ഫസ്റ്റ് 3 വർഷമായിട്ട് ഞാൻ കുഞ്ഞുവിന് അടുപ്പിച്ച് ഗിഫ്റ്റ് കൊടുക്കാം. പക്ഷെ ഇത്തവണ കുഞ്ഞു എനിക്ക് പോലും ഗിഫ്റ്റ് തന്നിട്ടില്ല. ഒന്നെനിക്ക് സിംഹക്കുട്ടി പോലത്തെ വലിപ്പുണ്ട് കുറച്ച്, എന്തേലും എക്സസ് ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ്, റൈസ് ആൻഡ് ഷൈൻ. അപ്പം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഗുയിസ്. മൈ ബർത്ത്ഡേ. ഇന്നലെ നൈറ്റ് അവർ ആഘോഷിച്ച് ക്യൂട്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 മണിയായി കിടന്നുറങ്ങി. ഇപ്പൊ ലൈറ്റ് തന്നെ എണീറ്റത്. ഇനിയിപ്പൊ കുഞ്ഞു തന്നെ ഡ്രസ്സ് ഇടണം. ആദ്യമായിട്ടാണ് എനിക്ക് കുഞ്ഞൊരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ കുളിച്ച് മാറ്റി അവള് തന്നെ ഡ്രസ്സ് ഇടാന്ന്. ഓക്കെ, സോ ഒന്ന് ഫ്രഷ് ആയി വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ആക്ച്വലി ഗുഡ് ആഫ്റ്റർനൂൺ ആണ്, ബട്ട് സ്റ്റിൽ എനിക്ക് മോർണിംഗ് ആണ്. ഞാൻ ഈ ജലദോഷത്തിൻ്റെയും പനിയുടെയൊക്കെ മരുന്നെടുക്കുന്നതുകൊണ്ട് നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. സർപ്രൈസ് നമ്പർ 2. നമ്മൾ ഇന്നലെ രാത്രി ഒരു സർപ്രൈസ് കൊടുത്തു. ഇന്ന് അതിൻ്റെ പാർട്ട് 2. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ ക്രാഫ്റ്റ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ അവൾ എനിക്ക് ഫ്ലവർ ബുക്കേ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലവർ ബുക്കയും പിന്നെ ഞാൻ ചെറിയൊരു പെർഫ്യൂം. ഹി ലവ്സ് പെർഫ്യൂം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെർഫ്യൂമ് ഭയങ്കര ക്രേസാണ്. ദിസ് ഇസ് മൈ ഫ്രണ്ട് അസ്നി. ഇവളുടെ പേജിൽ നിന്നാണ് സാധനം. ഞാൻ വെളിച്ചത്തെ ഒരുപാട് കാണുന്നില്ല. അകത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, പോട്ടെ. അവന് കുളിക്കാൻ കിട്ടിയിട്ട്. ഓക്കെ, ബൈ, താങ്ക് യു. ദിസ് ഇസ് ദ ബുക്കേ. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ കണ്ണൊന്നും എഴുതിയില്ല, പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് പൊട്ടിയൊക്കെ ഇട്ട് സെറ്റ് ആവണം. ഹാപ്പി ബർത്ത്ഡേ മൈ ഹബി. കുളിച്ച് വരുമ്പം തന്നെ ബാത്റൂമിന്റെ മുമ്പിൽ ഇവിടെ ക്യാമറ
ഡ്രസ്സ് ഇടരുത് ബേബി. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പബ്ലിക് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡ്രസ്സ് ഇട്ടതിന് ശേഷമുള്ള വീഡിയോസ്. ഇതാണ് കുഞ്ഞു ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ അവരോട്, ഞാൻ അവരിട്ട് തരുന്ന ഡ്രസ്സാണ് കൊള്ളല്ലേ. ഇന്നലെ രാത്രി മുതൽ എന്താ പറയുക, സർപ്രൈസ് ആണല്ലോ ബേബി. സർപ്രൈസ് അല്ലേ ഇത്, നീ സർപ്രൈസ് എന്ന് നീ വിചാരിക്കണ്ട. ഓ ഹാപ്പി താങ്ക് യു. ഓ നല്ല തിളങ്ങുന്ന സാധനല്ലേ. എന്താ നോക്കട്ടെ. പെർഫ്യൂം. ഈ പെർഫ്യൂം വേറെ കുറെ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ക്യാമറ പിടിക്കാൻ കഴിയുന്നത്. താങ്ക് യു ബേബി, താങ്ക് യു സോ മച്ച്. കുക്കായിട്ട് ഇവൾക്ക് തീരെ വയ്യ, എന്നിട്ട് എന്റെ ബേബി എഫേർട്ട് എടുത്താക്കും. ഇതൊക്കെ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, അത്രക്കും വയ്യായിരുന്നു. ഇതെന്റെ ഫ്രണ്ട്. ഞാൻ കൊറേ ട്രൈ ചെയ്തു ഇവരെ ഒന്ന് മോളിൽ കയറ്റി വിടാൻ, പുറത്തു പോകാൻ. ഇവനൊന്നും ചെയ്തില്ല. അവസാനം നമ്മുടെ ബർത്ത്ഡേ അല്ലേ, പോയി കുളിച്ച് മാറ്റുക. കുളിക്കാൻ പോയ ഗ്യാപ്പിൽ എന്റെ ഫ്രണ്ട് വന്നു. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അവളിത് തന്നു. ഇത് അവൾ ഉണ്ടാക്കിയതാണ്. അവള് ഇങ്ങനെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നാലും ഞാൻ കൊറേ ഗ്ലിറ്റർ ഒക്കെ ഇടാൻ പറഞ്ഞു. ഫോക്കസ് ആവുന്നില്ല. ആക്ച്വലി സോ ഗുഡ് റൈറ്റ്. എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രസ്? ഗൈസ്, അപ്പം ഞങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് പുറത്തു പോവുകയാണ്. വയ്യ, കുഞ്ഞു വരുന്നില്ല, കാരണം കുഞ്ഞിന് ഇവിടെ കുറച്ച് ബിസിനസ് സംഭവങ്ങൾ നോക്കാനുണ്ട്. പക്ഷെ പൈസക്കാരി ഡ്യൂടി, ഓക്കെ. അവള് പുതിയ ഗ്ലാസ് കൊണ്ടുവന്നിട്ടോ. ഓ, ഇത് നീല കളറാണല്ലേ ഈ സാധനം വരുന്നത്. ഓ, ഇതിന് ടിന്റ് മാറ്റണം, ബ്ലാക്ക് ആക്കണം ഗൈസ്. ബ്ലാക്ക് ആക്കിയാണെങ്കിൽ കുറച്ചൊരു രസമുണ്ടാവും. പക്ഷെ കൊള്ളാം. അപ്പൊ നമുക്കിനി കൊണ്ടായിലിപ്പിലേക്ക് പോവാം. നമ്മളപ്പോ ഇടക്കൊച്ചി എത്തി ഗൈസ്. ഇടക്കൊച്ചി നമ്മള് ലൊക്കേഷൻ എത്താനായി. ഞാൻ ബേബി എന്റെ ബർത്ത്ഡേ ഇങ്ങനെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്, കാരണം ഇവളുടെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് വരാൻ വേണ്ടിയാണ് ഇവള് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇവന്റെ ബർത്ത്ഡേ, കാരണം എന്റെ ബർത്ത്ഡേ ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ബർത്ത്ഡേസ് കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കുന്നത്. അതായത് ആര് ഏറ്റവും അടിപൊളിയായിട്ട് ബർത്ത്ഡേ നടത്തുന്നത് എപ്പോഴും വിന്നർ ഞാനായിരിക്കും. പക്ഷെ അത് ഞാൻ പൊളിക്കും, ആ വിന്നർ സ്ഥാനം ഞാൻ പൊളിക്കും. അങ്ങനെ നമ്മുടെ സ്വന്തം കൊണ്ടായിലിപ്പിൽ എത്തിയതാക്കണ ബാക്കിൽ കാണുന്നതാണ് കൊണ്ടായിലിപ്പ്. നമ്മൾ കല്യാണത്തിന് ശേഷം കൂടെ വൽഫി, കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഞങ്ങള് കൊണ്ടായിലിപ്പായിട്ട് അല്ല, നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും ഗ്യാദർ ചെയ്യാനും എന്തെങ്കിലും ആരുടെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് നമ്മൾ ആദ്യം കൺസിഡർ ആയി കൊണ്ടായിലിപ്പ്. അത് അവൈലബിൾ അല്ലെങ്കിലാണ് നമ്മൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റാറുണ്ട്. അപ്പൊ അവിടെ തോണി വരും, തോണി വന്നിട്ട് അങ്ങോട്ട് പോവാം. റോസ് കൊള്ളട്ടോ കേസ്. അടുത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല ഡീറ്റെയിൽ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അവരിതാക്കണപ്പം ഇങ്ങോട്ട് വരും കേട്ടോ, വന്നിട്ട് നമ്മ കയറിപ്പോ. ഓക്കെ, ഇതാണോ? ഇതിലാണോ നമ്മൾ കൊണ്ട്? ആ, നമുക്കൊരാളെ സഹായം വേണ്ടി വരും. ഇതൊക്കെ സിമ്പിൾ അല്ലേ ബേബി? എനിക്കല്ല വഞ്ചി കയറാൻ. ഇത് പിടിച്ച ഞാൻ ഇപ്പുറത്തിരിക്കാം, ഇതെടുക്കാം. ഓക്കെ, ലെറ്റ്സ്. ഇത് കുറെ ദൂരമല്ലല്ലോ, അപ്പുറത്തേക്കല്ലേ. വേണ ബേബി, ഞാൻ ഡ്രൈവ് ചെയ്യണോ? അതാകുമ്പോ കുറച്ചുകൂടി. ഇതാണ് ഞാൻ എന്റെ ബേബി. വേണ്ട 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 വേണ്ട, കുഴപ്പമില്ല. ഞാൻ വെറുതെ പറഞ്ഞു, ഞാനത് തള്ളു ചെയ്താ കാര്യം എടുക്കണേ അല്ലേ. ഇത് അപ്പുറത്ത് കൂടെ എൻട്രി? ഇതല്ല എൻട്രി നമ്മൾ ഇത് ചെക്കൗട്ട് ലൈനും അത് ചെക്ക് ഇൻ ലൈനും ആക്കി. ആ, ഓക്കെ ഓക്കെ, മാറ്റി. ഓ, അങ്ങനെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കൊണ്ടായിലിപ്പിലെത്തി. നമ്മളിപ്പോ റൂമിലെത്തി. ഭയങ്കര എസ്തറ്റിക് ക്ലീൻ, എന്താ പറയാ, അതായത് നമ്മുടെ ഈ പഴയ ഒരു ഈ നാലുകെട്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ വേണേ പറയട്ടോ. ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ ബേബി എന്താണ് കാണുന്നത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രദേശം. എന്താ ഭംഗി! എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ ഷാളൊക്കെ ഭയങ്കര ഇഷ്ടം. സെറ്റല്ലേ, ഭംഗിയില്ലേ? അപ്പൊ ഇത് ഇവൾക്ക് ഏതോ ഇൻസ്റ്റാഗ്രാം, ആര് പേരെന്താ, സെല്ല ബുട്ടീക്ക് എന്ന് പറഞ്ഞ പേജ് എനിക്ക് അയച്ചു. ഇൻഫ്ലുവൻസറേ. ഇതാണ് റൂം കണ്ടില്ലേ, പഴയ ഒരു ടൈപ്പ് ഒരു എസ്തെറ്റിക് സാധനം. കൊള്ളാം ഗൈസ്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കറങ്ങിട്ട് വരാം അല്ലേ? യോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ കേക്കും മറ്റേ ഫ്ലവറും പിന്നെ എന്താ പറയുക കുറച്ച് ഗിഫ്റ്റും സാധനം, കുറച്ചല്ല ആകെ 2 ഗിഫ്റ്റുള്ളൂ. ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. സഞ്ജയ് കുറച്ച് പോസ്റ്റ് ആയിരുന്നു കേട്ടോ. സഞ്ജയ് ലേറ്റ് ആയി. അതെ, കുറച്ച് വർക്കായിട്ട് എമർജൻസി കുറച്ച് വർക്കൊക്കെ ആയിട്ട് നിന്നുപോയി.
സോ ഗൈസ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാണ് കേക്കും ഫ്ലവേഴ്സ് എല്ലാം കൊണ്ടുവരുന്നത്. അതെ, നമ്മളിവിടെ സ്റ്റക്കാണ്. നമ്മളുടെ സ്പീഡ് ബോട്ട് എത്തി. അതെ, എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഫോർ സാലിഹ്. യു ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. അതെ, ഞാൻ രക്ഷപ്പെട്ടില്ല ഗൈസ്. കുറച്ച് തന്നെയുള്ളൂ, സീനില്ല. ഗൈസ് അങ്ങനെ കേക്ക് എടുക്കാണ്. അതെ അതെ അതെ, കുറെ മഴയെന്ന് പറഞ്ഞ്. ഹസ്ബൻഡോ ഹസ്ബൻഡ് ഗൈസ്. നമ്മുടെ ഹസ്ബൻഡ് നേരത്തെ നമുക്ക് സാലിക മാത്രമായിരുന്നു, ഇപ്പൊ ഹസ്ബൻഡ്. അങ്ങനെ നമ്മള് സെറ്റാക്കി. ഞാന് എന്താ പറയാ മറ്റന്നാളെ തരാം. നീ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അവൻ പൈസ ഇടുമ്പോൾ തരാം. Beware of തവളാസ്. ഒന്നുമില്ല. കള്ളത്തി ഇതൊക്കെ എങ്ങേടി ഒപ്പിച്ച്. ഇതാണ് രാവിലെ മുതല് സസ്പീഷ്യൻസിന്റെ അങ്ങേറ്റം. കുറച്ച് നേരത്തെ അടുത്തിപ്പോ ചാടിട്ട് വരെ തവള ചവിട്ടിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിന്. ഇതാരും ഉണ്ടോന്ന്? ഹസ്ബൻഡ് ഇവിടെ രാവിലെ തുടങ്ങിയ സർപ്രൈസ് സർപ്രൈസ്. രാവിലെ മുതലേ അവള് ഒടുക്കത്തെ സസ്പീഷ്യസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റേ ഡൗട്ട് അടിച്ചിന്. കാരണം ഈ മനുഷ്യനും എന്നെ വിഷ് ചെയ്തില്ല. ഈ വൃത്തികെട്ടവനും വിളിച്ചപ്പോ ഞാൻ പിക്ക് ചെയ്തില്ല. എന്നെ പിക്ക് ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിളിച്ചിട്ട് പിക്ക് ചെയ്തിട്ടില്ല, റിപ്ലൈ തന്നിട്ടില്ല. മൊത്തം പിന്നെ ഇടക്കിടക്ക് ഇവളെ കാണുന്നില്ല. ഞങ്ങള് കായലിൽ നിൽക്കുക കേട്ടോ, പെട്ടെന്ന് ഇവളെ കാണുന്നില്ല. ഞാൻ ഇവിടെ ചാടി ഇരിക്കുന്നു. ഇവരെ കോൾ ചെയ്യാൻ പോയതായിരുന്നു ഗൈസ്. അപ്പം സർപ്രൈസിന്റെ സാധനങ്ങള്, ആദ്യത്തത് കേക്ക്. ഓക്കെ, ബൈ ദ വേ ഇതൊക്കെ ഇവിടെ എത്തിച്ചെന്നതിന് താങ്ക് യു സോ മച്ച് ഡോക്ടർ ആൻഡ് കോപ്റ്റർ. താറിലാണ് വന്നത്. ഓക്കെ, അടിപൊളി. സോ പിന്നെ ഇതാക്കണ നല്ലൊരു ഫോട്ടോ ഉണ്ട്. ഐ റിയലി ലൈക്ക് ദ ഫോട്ടോയുടെ ഡീറ്റെയിൽ കാണിച്ചു കേട്ടോ. നമ്മളാ സ്റ്റോറി ഇട്ട സാധനം അല്ലേ? ഓ, ഇങ്ങനൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടോ, ഞാൻ എഡിറ്റ് ചെയ്തതാ. നന്നായി. പിന്നെ നല്ല റോസസ്, ഫുൾ സെറ്റപ്പ് ആണല്ലോ. നിക്കാതൊക്കെ പിന്നെ ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാം. നമ്മള് 2 റൂം ബുക്ക് ചെയ്ത്. 2 റൂം എന്തിനാ? അത് ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ അയാളെ ഇന്നലെ വിളിച്ചു പറഞ്ഞു, ബ്രോ ഇന്ന് ഉച്ചക്ക് വിളിച്ചു 2 റൂമിന്റെ കാര്യം അവിടെ വന്നിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞു. ഇയാൾ ആദ്യം തന്നെ ബ്രോ ഇതാണ് 2ാമത്തെ റൂം. ഞാൻ ഓക്കെ ബായ്. ഇയാള് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ആർഭാടായിക്കോട്ടെ, കുറച്ചവിടെ കിടക്കാം. അല്ല പിന്നെ നമ്മള് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു സാലി, ഹാപ്പി ബർത്ത്ഡേ ടു യു. കത്തി അടിക്കല്ലേ? ഓ അടിപൊളി. അവിടെ നല്ല കട്ട അടിപൊളി കേക്ക്. ആരായിരുന്നു എന്താ രസം. ദിൽഷ പേജ് ഇവിടെ കൊടുക്കാം. അടിപൊളി, നല്ല നല്ല പ്യുവർ ചോക്ലേറ്റ്. ന്യൂട്ടല്ല കേൾക്കാം. അതാണ് ഫൈനൽ ലാസ്റ്റ് ഗിഫ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലൈഫ്. നോ you again same car? സെയിം കാർ അല്ല, ഡിഫറൻസ് ഉണ്ട്. സെയിം കാർ ആണെങ്കിൽ മേടിച്ചാലുള്ള പൊട്ട ഡിഫറൻസ് ഉണ്ട്. ചെറിയ ബാക്ക് ഡിഫറൻസ് ഉണ്ട്. ലംബോർഗിനി. കാരണം ഇവള് ഫുൾ ടൈം എന്താ ബാറ്ററി ഉണ്ട്. അത് ലൈറ്റ് കത്തും. ഇത് ലൈറ്റ് കത്തും. ഓ, ഇത് സീൻസ് ആണോ? ഇത് പൊളപ്പ സാധനമാണല്ലോ. സാധനം. ഓ കണ്ടാ, ഡോക്ടറുടെ കണ്ണ് ശരിയല്ല. ഡോക്ടർക്ക് നീ വേണമെന്നൊന്നും പറഞ്ഞേക്കരുത്. വീട്ടിൽ പോയിട്ട് കാണിച്ചു. എന്തുണ്ട്? ചോക്ലേറ്റ് മലായി.
ഫ്ലവർ. അത്രേ ഉള്ളൂ. താങ്ക് യു. 25 വയസ്സായതുകൊണ്ട് 25 ഫ്ലവേഴ്സ്. ആണോ 25 ഫ്ലവേഴ്സ് ആണോ? 100 വയസ്സായാലും എന്തായിക്കില്ലേ ചെലവ് കൂടുതലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാലി. ഓക്കെ താങ്ക് യു. അപ്പം ചുമയാൻ തരുന്നു. അപ്പം എല്ലാവർക്കും എന്റെ താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. അപ്പം അടുത്തത് ആരെ ബർത്ത്ഡേ നമ്മളെ ലിസ്റ്റിലുള്ളത്? ഡോക്ടറിൻ്റെതാണോ കോപ്പറിന്റെ? അങ്ങനെ ഡോക്ടറിൻ്റെതാ. അത് കഴിഞ്ഞിട്ടായിരിക്കും കോപ്റ്ററിന് തോന്നുന്നു. ഒക്ടോബർ അല്ലേ? ഒക്ടോബർ. കോപ്റ്റർ എന്റെ ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ്. ഏറ്റവും അവസാനം ഇത് ഏറ്റവും അവസാനത്തെ നിങ്ങളെ ഗിഫ്റ്റ് ചിലപ്പം അത് ക്യാമറയില് കാണിക്കാൻ പറ്റാതെ ഗിഫ്റ്റ്. ഞാൻ ആദ്യം നോക്കട്ടെ. എനിക്കറിയാം എന്താന്ന്. നിനക്കറിയാം ഇവന്മാരുടെ ഗിഫ്റ്റ് ഭയങ്കര സീനാണ്. ഓക്കേ ഷൂ. നിനക്ക് നിന്റെ അതേ ഷൂ ആണല്ലോ. ഞാൻ എന്റെ ഇട്ടിട്ട് കെട്ടി ആടാ ഷൂ സെറ്റ് പരിപാടി കഴിഞ്ഞ് തിരിച്ചു തന്നാ മതി. പരിപാടി അപ്പൊ വീഡിയോ കഴിഞ്ഞ നേരെ കൊള്ളട്ടോ. നല്ല നല്ല സെറ്റ്. മണത്ത് നോക്കാനാ ഇത് കേക്കല്ല, ഇത് ഷൂവാ. ഓക്കെ ഓക്കെ ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് ഗുഡ്. കൊള്ളാം കൊള്ളാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം നാളെ കാണാം. ലവ് യു. ബൈ ബൈ.